നമസ്കാരം, ഡൽഹിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഞങ്ങൾ റൂം എടുത്തത്. റൂമിന്റെ ഭാഗത്തുനിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്നൊരു കാഴ്ച ഇതാണ്. ഇവിടെ ഒരുപാട് ധാബകളും ചെറിയ കടകളൊക്കെ കാണാം. ഈ ഭാഗത്തേക്കാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഡൽഹിയിലെത്തി ആദ്യം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഡൽഹിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ കേരള ഹൗസിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. സമയം ഇപ്പം ഉച്ചതിരിഞ്ഞ് ഒരു 2:30 അപ്പൊ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിൽ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്, ഹസ്രത്ത് നിസാമുദ്ദീൻ. അപ്പൊ ഇവിടുന്ന് നേരെ മെട്രോ കയറിയിട്ടാണ് കേരള ഹൗസിലേക്ക് പോകുന്നത്. ഇവിടെ ഒരുപാട് ധാബകളൊക്കെ നമുക്ക് കാണാം. ഹസ്രത്ത് നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷൻ ഇതാണ്, സറൈ ഖലേ ഖാൻ. ഇവിടെ തന്നെ ഫ്രൂട്ട്സ് ആയാലും എല്ലാം കിട്ടും. ഡ്രസ്സുകളാണ് ഈ മുൻഭാഗത്തായി കാണുന്നത്. നമുക്ക് ഇതുവഴി സ്റ്റേഷനിലേക്ക് കയറാം. ഇങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ. കേരള ഹൗസിന്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷന്റെ പേര് പട്ടേൽ ചൗക്ക് എന്നാണ്. ഒരാൾക്ക് മെട്രോയിൽ വന്ന ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. മെട്രോ വന്നു 2 ഇന്റർചേഞ്ച് ഉണ്ട് ആകെ. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ യാത്ര ചെയ്ത് പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് എത്ര മീറ്റർ ഉണ്ട്? 300 മീറ്റർ നടക്കാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. ഇതുവഴി നമുക്ക് നടന്നു പോവാം. മെട്രോ സ്റ്റേഷന്റെ ഈ വഴി നേരെയാണ്. ഇപ്പം 3:30, ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ട ആ സമയമൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ പോയാൽ അവിടുന്ന് എന്താന്ന് കിട്ടുക എന്നൊക്കെ നോക്കണല്ലേ. ഇവിടുന്ന് ഇനിയിപ്പം നടന്ന് ഏകദേശം എത്താനായി. ഈ ഭാഗത്താണ് കേരള ഹൗസ്. ഇത് എവിടെ ബോർഡ്? മെട്രോ സ്റ്റേഷനിൽ എവിടെ നിന്നൊന്നും അറിയാനൊന്നുമില്ല. നേരെ നടന്നെത്തുന്നത് ഇവിടേക്ക് തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ ഉച്ചക്കത്തെ ഫുഡിന്റെ ആ ഒരു സമയം കഴിഞ്ഞു എന്ന്. ഇനിയിപ്പം ഡിന്നർ രാത്രി 7 മണി മുതലാണ്. പിന്നെ വെറുതെ അവിടത്തേക്ക് പോയിട്ട് കാര്യമില്ല. ഒരുപാട് ആഗ്രഹിച്ചു വന്നതാണല്ലേ. അല്ല, ആദ്യമായിട്ട് വരുന്നതാണല്ലോ. ജസ്റ്റ് ഈ സമയം വന്ന് എന്തെങ്കിലും ചിക്കൻ ബിരിയാണിയോ നമ്മൾ അതേപോലെ തന്നെ ഊണൊക്കെ ഉണ്ടാവുമല്ലോ, കഴിക്കാന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ സമയം എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ലേറ്റ് ആയി പോയത്. കഴിഞ്ഞ ദിവസം വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ആ ട്രെയിൻ ലേറ്റ് ആയി പോയി. അതുപോലെ തന്നെ റൂം കിട്ടാൻ കുറച്ച് പാടുപെട്ടു. അതുപോലെ തന്നെ മെട്രോയിൽ കുറെ സമയം പോയി. അങ്ങനെ ഹസ്രത്ത് നിസാമുദ്ദീൻ ഇവിടത്തേക്ക് തന്നെ ഏകദേശം 1 മണിക്കൂർ സമയം എടുത്തു മെട്രോയിൽ വരാൻ തന്നെ. അതാണ് ആയിപ്പോയത്. കുഴപ്പമില്ല, വേറെ ദിവസം വരാം അല്ലേ. ഞങ്ങളിപ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഇന്ത്യ ഗേറ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. ഒരു ഓട്ടോ കിട്ടി, ഇതിലാണ് പോകുന്നത്. ഈ മുന്നിൽ പോകുന്ന ബസ്സില്ലേ, അതും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇതിന് ഒരാൾക്ക് 20 രൂപയാണ് പറഞ്ഞത്. ഞങ്ങളിവിടുന്ന് ഈ ബസ്സിന് പോകുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനാണ്. ഡൽഹിയുടെ ഈ ഭാഗമൊക്കെ അടിപൊളിയാണ്. നല്ല റോഡുകളാണ്, നല്ല വൃത്തിയാണ്. ഡൽഹിയിലൊക്കെ കറങ്ങാൻ വരുന്നവർ എന്തായാലും പോകുന്നൊരു സ്ഥലമാണ് ഇന്ത്യ ഗേറ്റ്. അങ്ങനെ ഇവിടെ എത്തി. ഈ ഓട്ടോയിലാണ് നമ്മൾ വന്നത്. ഇവിടെ ഒരുപാട് ഓട്ടോകളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിന്റെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോകുന്നതിന് മുന്നേ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് കേരള ഹൗസ് പോയ സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ലല്ലോ. ഇവിടെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് തന്നെ കുടുംബശ്രീ നടത്തുന്ന ഒരു ഹോട്ടൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഒരു 850 മീറ്റർ പോകാനുണ്ട്. നല്ല വിശപ്പുണ്ട്. പോയിട്ട് അവിടെ എന്തെങ്കിലും കിട്ടും നോക്കണമല്ലോ. നമ്മൾ ഉച്ചക്കൊന്നും വേറെ ഒന്നും കഴിച്ചില്ല. നേരെ അവിടെ പോയിട്ട് കഴിക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു പെട്ടെന്ന് ഇറങ്ങിയത്. ഇന്ത്യ ഗേറ്റിനോട് ചേർന്ന് തന്നെയാണ് വഴി. പിന്നെ ഇവിടെ ഐസ്ക്രീമുകളൊക്കെ വന്ന് വാങ്ങിക്കാം. അതിനുള്ള ഒരുപാട്
വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ പാനിപൂരി അങ്ങനെ പലതും. പിന്നെ അതൊന്നും ഞങ്ങൾ കഴിക്കൂല അധികം. ഇതേ ഇവിടെ എന്തൊക്കെയോ വിൽക്കുന്നൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മള് ബീഹാറിൽ കുറെ ദിവസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാർഖണ്ഡൊക്കെ പോയല്ലോ. അവിടെ നല്ല രീതിയിൽ നമുക്ക് പറ്റിയ ഒരു എപ്പോഴും റൊട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചു, എന്താ പറയാ, ട്രെയിൻ യാത്രക്കിടയിലും. അതായത് അത് കഴിച്ച് മടുത്തു തന്നെ പറയാം അല്ലേ. ഇവിടെ വന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നമ്മുടെ രീതിയിലുള്ള ഫുഡ് കിട്ടുന്ന പ്രതീക്ഷ ഇവിടെ വന്നത്. അല്ലാതെ ഇവിടെ ഡൽഹിയിൽ വേറെ ഫുഡ് കിട്ടാഞ്ഞിട്ടൊന്നും അല്ല. നമുക്ക് നോക്കാം, അവിടം വരെ എന്തായാലും പോയി നോക്കാം. ഇതാണ് ബേൽപൂരി. ഞാനിതൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിച്ചവരൊന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാട്ടോ. നമുക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാം, അതിന് പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട്. ഇത് ഈ ഭാഗത്തെല്ലാം അടിപൊളിയാണ്, നല്ല വൃത്തിയാണ് ഇവിടെയൊക്കെ. കുടുംബശ്രീന്റെ കഫേ ഇവിടെയാണ്, ഗവൺമെന്റ് ഓഫ് കേരള. അപ്പൊ ഇവിടെ ഒരു ചേച്ചിയാണ് ഇത് നടത്തുന്നത്. ചേച്ചിന്റെ പേരെന്താ? നാട്ടിലേടാ? കാസർഗോഡ്. ഓ, നമ്മളെ നാട്ടുകാരന്നെ. എന്താ ചേച്ചി ഇല്ലേ കഴിക്കാൻ? ചിക്കൻ കറി ഉണ്ട്, പൊറോട്ട റെഡിയാകുന്നുണ്ട്, പൊറോട്ട ഉണ്ട്, മീൻകറി ഉണ്ട്, ദോശയുണ്ട്, ചോറും കറിയൊക്കെ തീർന്നുപോയി. ബിരിയാണി ഉണ്ടായിരുന്നു, നല്ല എല്ലാം ഉണ്ടായിരുന്നു പറയാ അല്ലേ. ബിരിയാണി ആയിരുന്നു. തീർന്നുപോയാ? നമ്മള് കുറച്ച് വൈകി പോയല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നാക്സ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ സ്നാക്സ് തന്നെ കേട്ടോ. എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്നുണ്ട്. ഇന്ന് എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം കിട്ടിയില്ല. ചിക്കൻ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേ. ചിക്കൻ ഐറ്റംസ് മലയാളീസ് വരുന്നുണ്ട്. അതെ അല്ലേ. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചത് ദോശയും ചിക്കൻ കറിയുമാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ചട്നി കൂടിയുണ്ട്. നല്ല ചൂടാണ് ചിക്കൻ കറിയൊക്കെ. നവിയൊക്കെ ഇവിടുന്ന് ഇതാ ആ ഒരു വിശപ്പിന് കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ? ദോശ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ചൂടുണ്ട്. പിന്നെ ഇത് എരിവുണ്ടോ? ചെറിയൊരു എരിവുണ്ട്, പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഡൽഹിയിലൊക്കെ വന്നിട്ട് നമ്മളെ നാട്ടിൽ കിട്ടുന്ന അതേ ഒരു ഫുഡ് കിട്ടുമ്പോ അല്ലേ. വേറെ കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കിട്ടാതെ കിട്ടുന്ന സമയത്ത് ടേസ്റ്റ് ഒന്നും നോക്കൂലല്ലോ, നല്ല വിശപ്പും കൂടി ഉണ്ട്. പിന്നെ ബിരിയാണി കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിലോ? അത് ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ ഉച്ചക്ക് ബിരിയാണി പ്രതീക്ഷിച്ചാണ് ആദ്യം കേരള ഹൗസിൽ പോയത്. നമ്മൾ വൈകി പോയതാണ്, പിന്നെ ആദ്യം കുറ്റമല്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെയും കപ്പ വരെ ഉണ്ടായിരുന്നു, ഇവിടെ കപ്പ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ പൊറോട്ട ആക്കുന്നുണ്ട്. പൊറോട്ട വെച്ചാൽ ഒരു അരമണിക്കൂർ കഴിയും, രാത്രി വരെ ഉണ്ടല്ലോ. ഒരുപാട് ആൾക്കാരാണ് ഇരുന്ന് ഇവിടെ, ഒരുപാട് മലയാളീസ് തന്നെയാണ്. മലയാളീസ് മാത്രമല്ല, എല്ലാവർക്കും ഈ ഒരു ഫുഡൊക്കെ നല്ല ഇഷ്ടാവുമല്ലോ. നമ്മൾ രണ്ടാമതും കൂടെ ഇവിടുന്ന് ദോശ വാങ്ങിച്ചിരിക്കുകയാണ്. ദോശ മാത്രമല്ല കേട്ടോ, നല്ല പരിപ്പൊടി ഉണ്ട്, ഇതാ ചൂട് പഴംപൊരിയും കൂടി ഉണ്ട്. ഇത്രയും നല്ല ദോശ കിട്ടുമ്പോൾ എങ്ങനെ രണ്ടാമത് പിന്നെ വാങ്ങിക്കാതിരിക്കുക? ഒന്നും നോക്കിയില്ല, രണ്ടാമത് വാങ്ങിച്ച്. ചിക്കൻ കറി ഇതാ ബാക്കിയുണ്ട് കേട്ടോ. ദോശയൊക്കെ എന്താ പറയാ, ലൈവായിട്ട് തന്നെയാണ് ചുട്ട് വരുന്നത്. നല്ല ചൂടല്ലേ, ചൂട് നല്ല. ഇനിയിപ്പോ ചിക്കൻ കറി വേണ്ടാന്നുണ്ടെങ്കിലല്ല, നല്ല ചട്നി കൂടി ഉണ്ടല്ലോ, സാമ്പാറും ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചു. 4 പഴംപൊരി, 4 ദോശ, 2 ചിക്കൻ കറി, 1 പരിപ്പോട. ഇതിനൊക്കെ കൂടിയിട്ട് 620 രൂപയാണ് ആകെ ആയത്. ഇവിടെ കേരള കഫേ, അതിനെ കൂടാതെ തന്നെ മേഘാലയ, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പിന്നെ ഇവിടെ തെലുങ്കാന, ഇവരുടെയൊക്കെ ഷോപ്പുകളും നമുക്കിവിടെ കാണാം. ഇവിടൊക്കെ എന്തൊക്കെയാണ് കിട്ടുക എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതെല്ലാം ഗവൺമെന്റിന്റെ കീഴിലുള്ളത് തന്നെയാണ്. ചിക്കൻ ബിരിയാണിയും എല്ലാം ഇവിടെ ഉണ്ട് കണ്ടോ. ശരിക്കും പറഞ്ഞാല് ഈ ഭാഗത്തേക്ക് വന്നാല് നമുക്ക് വേണ്ടതൊക്കെ കഴിച്ചിട്ട് പോവാം അല്ലേ. അവനവന്റെ സ്റ്റേറ്റില് കിട്ടുന്ന അതേ ഫുഡ് നമുക്ക് ഇതേ സ്റ്റോളിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോ അവിടെ നിന്നൊക്കെ നമ്മൾ വിട പറഞ്ഞ് നമുക്കിനി ഇന്ത്യ ഗേറ്റിന്റെ ഭാഗത്തേക്ക് പോവാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴ പെയ്തു ഇപ്പൊ പോയി. പക്ഷെ എന്നാലും ചെറിയ തോതിലുണ്ട് കേട്ടോ ഇവിടെ ഇപ്പൊ മഴയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ കുറച്ച് സ്റ്റേറ്റുകളെ കണ്ടില്ലേ, അതേപോലെ അത് ഇത് ഇന്ത്യ ഗേറ്റിന്റെ ഇപ്പുറത്തെ സൈഡിലാണ്. ഇതേപോലെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ അതിന്റെ മറുവശത്ത് നമ്മുടെ വേറെ സംസ്ഥാനങ്ങളുണ്ട്. അതായത് തമിഴ്നാടൊക്കെ വരുന്ന ആ ഒരു ഭാഗത്താണ്, കർണാടകയൊക്കെ ആ സൈഡിലായിരിക്കും അല്ലേ. നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം. നേരത്തെ ഇതുവഴി വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, ഇപ്പൊ ആ തിരക്കൊക്കെ മാറി. കാരണം നല്ല മഴയാണ് ഇവിടെ ഇപ്പൊ പെയ്തത്. പെട്ടെന്നുള്ള മഴ ആയതുകൊണ്ട് എല്ലാവരും നനഞ്ഞിട്ടുണ്ടാവും. കാരണം കുടയിൽ നിന്ന് ആരും
കരുതുന്നില്ലല്ലോ. ഇനി നേരെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ തന്നെയാണ് അതൊക്കെ വരുന്നത്. അതായത് ഇന്ത്യ ഗേറ്റ് അവിടെയാണ്. അവിടുന്ന് നേരെ ഈ വഴിയില്ലേ, ഈ വഴി നേരെ പോയി അവിടുന്ന് നേരെ റൈറ്റിലേക്കുള്ള ഭാഗത്താണ് കുടുംബശ്രീൻ്റെ ആ ഒരു കഫേ ഉള്ളത്. ഇതുകൊണ്ട് നല്ല തെന്നലുണ്ട്, അതുകൊണ്ട് പതിയെ നടക്കാൻ പറ്റുള്ളൂ. ഇന്ത്യ ഗേറ്റിൻ്റെ നേരെ ഇവിടെയായിട്ട് കാണുന്നത് രാഷ്ട്രപതി ഭവനാണ്. ഇവിടുത്തെ ഇപ്പോഴത്തെ തിരക്ക് കണ്ട, ആരും മഴയൊന്നും നോക്കുന്നേ ഇല്ല. ഇപ്പം നല്ല മഴയുണ്ട് ഇവിടെ. ഇതാണ് ഇന്ത്യ ഗേറ്റ്. ഈ തിരക്കിൻ്റെ ഇടയിലൂടെ നമുക്ക് നടന്നു പോവാം. നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോവാം. അതുവഴി വേണമെങ്കിൽ പോവാം, ഇതുവഴി പോവാം. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന ആ ഒരു തിരക്കിൽ തന്നെയാണ്. ഇന്ത്യ, അവിടെ ഓരോ വാക്കുകളൊക്കെ എഴുതിയത് കാണാം. പെട്ടെന്ന് ദൂരത്ത് നോക്കുമ്പം ഇവിടെ എഴുതിയതൊന്നും കാണില്ല, പക്ഷേ അതിലോരോ എഴുത്തുകൾ നമുക്ക് കാണാനായി സാധിക്കും. അത് ഓരോ സൈനികരുടെ പേരാണ്. കാണുന്നില്ലേ? അത് ഇതിലെല്ലാത്തിലും ഉണ്ട്. ഈ ഭാഗത്തായാലും ഉണ്ട്. നമുക്ക് നേരെ ഇതിൻ്റെ ആ ഒരു ഭാഗത്തേക്കും പോകാനായി സാധിക്കും. ഇതുവഴി നമുക്ക് നടക്കാം. ഇവിടം വരെയാണ് നമുക്ക് വരാൻ പറ്റുക. അതായത് ഇവിടെ നിന്നാണ് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടത്. അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. രാഷ്ട്രപതി ഭവനുള്ളത് അവിടെയാണ്. അവിടുന്ന് ഈ ഭാഗത്തേക്കായിരുന്നു കേരള കഫേ ഒക്കെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പം ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെയാണ് കർണാടക കഫേ, അതുപോലെ തമിഴ്നാട് കഫേ ഒക്കെ ഉള്ളത്. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. തമിഴ്നാടിൻ്റെ അവിടെ ഏതൊക്കെ ഫുഡുകളാണ് കിട്ടുക എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ. ഈ ഒരു ഭാഗത്താണ് ഇനിയുള്ള കഫേകളുള്ളത്. ഇവിടെ ഏതൊക്കെയാണെന്നുള്ളത് എന്ന് നോക്കാം. ഈ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. അസാമിൻ്റെ കഫേയാണിത്. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ ബീഹാർ. ഇത് ബീഹാറിൻ്റെ കഫേയാണ്. ഇവരുടെ കുറച്ച് കിട്ടുന്ന ഐറ്റംസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നാൽ തമിഴ്നാട്. ഇതേ തമിഴ്നാടിൻ്റെ ഫുഡ് കോർട്ട്. സാമ്പാർ വട, പക്കോട, ഇഡ്ഡലി, മസാല ദോശ, പ്ലെയിൻ ദോശ, ഓണിയൻ, ടൊമാറ്റോ, ഉത്തപ്പം, പ്ലെയിൻ ഉത്തപ്പം, കോഫി, പിന്നെ ടീ. സ്റ്റാലിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദോശയും ഇഡ്ഡലിയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ ഇത് ഓരോ ചെറിയ ചെറിയ ഇതാണ് കേട്ടോ, അങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെ അല്ല. ഇത് സിക്കിമിൻ്റെ സിക്കിം ഫുഡ് കോർട്ട്. സിക്കിം ഫുഡ് കോർട്ടിൻ്റെ മെനു ഇതാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് രാജസ്ഥാനി ഫുഡ് കൗണ്ടർ, അതായത് അവരുടെ ഒരു കൗണ്ടർ ഇതാണ്. പിന്നെ ഇവിടെ ഒരു ചെറുക്കനുണ്ട്. പിന്നെ ഈ ഭാഗത്തെല്ലാം നല്ല ലൈറ്റിംഗ് ഒക്കെയാണ്. റോഡ് മുറിച്ച് കിടക്കാൻ ഇവിടെ നല്ലൊരു സബ്വേ ഉണ്ട്. അപ്പോൾ ഇതുവഴി നടക്കാം.
നമുക്ക് ഇതല്ലാതെ റോഡ് മുറിച്ച് കിടക്കാൻ പറ്റില്ല. അവിടെ ബാരിക്കേഡൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. ഇതിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ മഴയൊക്കെ പൂർണ്ണമായിട്ടും പോയി. പെട്ടെന്ന് മഴ വരും, നല്ലൊരു മഴ പെയ്തിട്ട് അങ്ങ് പെട്ടെന്ന് പോകും. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. ആ സമയത്ത് തന്നെ ചിലപ്പോൾ നല്ലൊരു വെള്ളവും കയറിയേക്കാം. ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇനി നേരെ നടക്കുകയാണ് രാഷ്ട്രപതി ഭവനിലേക്ക്. സ്ട്രെയിറ്റ് റോഡാണിത്. ഇതിലൂടെ വരുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കർത്തവ്യ പഥാണിത്. ഇവിടെ നിന്നാണ് കുറച്ചുകൂടെ ദൂരത്തായിട്ടുള്ള ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ച. ഇന്ത്യ ഗേറ്റിൽ നിന്ന് നേരെ കാണുന്ന ആ ഒരു പാതയില്ല, അതായത് കർത്തവ്യപഥ്, അത് നേരെ പോകുന്നത് രാഷ്ട്രപതി ഭവൻ്റെ ഭാഗത്തേക്കാണ്. നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഇല്ലേ, കുത്തബ് മിനാർ, അതുപോലെ തന്നെ നമ്മുടെ റെഡ് ഫോർട്ട്, അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ജമാ മസ്ജിദ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ പോകാനാണെങ്കിൽ ഇപ്പം അക്ഷർധാം വരെ അവിടെയൊക്കെ അതിൻ്റെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നേരെ മുറിച്ച് നമുക്ക് ഇന്ത്യ ഗേറ്റിലേക്ക് വരാനാണെങ്കിൽ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞ പേരിൽ ഒരു മെട്രോ സ്റ്റേഷൻ ഒന്നുമില്ല. അപ്പോൾ നിയറായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ അറിഞ്ഞ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആ ഒരു മെട്രോ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുണ്ടല്ലോ നമ്മൾ മുന്നിൽ കാണുന്ന രാഷ്ട്രപതി ഭവനില്ലേ, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ സെൻട്രൽ സെക്രട്ടേറിയറ്റ് വരുന്നത്. ഞങ്ങൾ നേരത്തെ വന്നത് ഹോട്ടലാണ്, ഷെയർ വണ്ടിക്ക് വന്നത്. അത് കുറച്ച് വളഞ്ഞിട്ടാണ് വന്നത്. വളഞ്ഞിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ നേരെ പോകുന്നത് ആ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഇങ്ങനെ വന്നാൽ മതി. അപ്പോൾ അവിടെ മെട്രോ ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ ആ രാഷ്ട്രപതി ഭവൻ കണ്ടതിന് ശേഷം ഇന്ത്യ ഗേറ്റിൻ്റെ ഇവിടത്തേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ വീണ്ടും അത് തിരിച്ചു നടക്കണ്ടേ. എൻ്റെ ദൈവമേ, ഈ യാത്രയിൽ ഞങ്ങൾക്ക് പറ്റിയൊരു അമളിയാണ്. അങ്ങ് നോക്കിക്കാണുന്ന അവിടെ ഇല്ലേ, അതാണ് മെട്രോ സ്റ്റേഷൻ. അവിടുന്ന് ഓട്ടോ കയറി ഞങ്ങൾ പോയി അങ്ങ് അതിലേ വളഞ്ഞ് ദേ ഈ ഇന്ത്യ ഗേറ്റില്ലേ ഇവിടത്തേക്കാണ് വന്നത്. ജസ്റ്റ് ഇവിടുന്ന് ഇതുവഴി ഈ റോഡ് ഇങ്ങനെ നടന്ന് ദേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലായി. നേരത്തെ പറഞ്ഞല്ലേ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് വന്നാ മതി. ഞാൻ മര്യാദക്ക് എന്റെ തലയിലിട്ട ഞാൻ മര്യാദക്ക് പറഞ്ഞു ഗൂഗിൾ മാപ്പ് വെച്ച് നമുക്ക് 1.5 കിലോമീറ്റർ മാത്രമേ പോകാനുള്ളൂ. മനു നടന്നു പോവാന്ന് പറ്റൂല, നമുക്ക് 1.5 കിലോമീറ്റർ കൂടുതലുണ്ട്, വണ്ടിക്ക് തന്നെ വേണം, നടന്ന് മടുത്തു. അതുകൊണ്ട് അല്ല, അത് ഇനിയിപ്പോ ഇവിടെ വരുന്നവര് ജസ്റ്റ് ശ്രദ്ധിച്ചോട്ടാ. നിങ്ങൾ അവിടെ സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ അവിടെ മെട്രോ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ഓട്ടോ ആക്കേണ്ട ആവശ്യമില്ല. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഓട്ടോ ആക്കിയിട്ട്, അതായത് ഓട്ടോ ഒന്നും പിന്നെ ഇതിലൂടെ പോവില്ല, അങ്ങ് അതിലൂടെ വളഞ്ഞിട്ടേ പോവുള്ളൂ. ഇവിടെയാണ് രാഷ്ട്രപതി ഭവൻ. അതിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇനി ഈ ഭാഗത്തിനോടൊക്കെ വിട പറഞ്ഞ് അങ്ങ് ദൂരെയാണിപ്പോൾ ഇന്ത്യ ഗേറ്റ്. അതും ഇവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാം. ഇനി ഇവിടുന്ന് നേരെ മെട്രോ കയറി പോവാം. ഡൽഹിയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്നായ സരോജിനി മാർക്കറ്റിലേക്കാണ് ഇനി പോകുന്നത്. പോകാനുള്ള മെട്രോ വന്നിരിക്കുകയാണ്. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. അങ്ങനെ മെട്രോയിൽ യാത്ര ചെയ്ത് സരോജിനി മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഇതുവഴിയാണ് മാർക്കറ്റ് ഭാഗത്തേക്ക് പോകാനുള്ളത്. ഈ മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ മുതൽ തന്നെ കച്ചവട കേന്ദ്രങ്ങളുണ്ട്, അതായത് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ഒരുപാട് ഡ്രസ്സുകളൊക്കെയാണ് വിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ചെറിയ വിലക്ക് ടീഷർട്ടുകളൊക്കെ പർച്ചേസ് ചെയ്ത് നാട്ടിലോട്ട് കൊണ്ടുപോവാം. വെൽക്കം ടു സരോജിനി മാർക്കറ്റ്. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമുക്ക് കയറാനുള്ളത്. ഈ പുറത്ത് തന്നെ ഒരുപാട് തിരക്ക് കാണാം. ഇതേ ഇവിടെ തന്നെ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഇനി ഇതിലൂടെയാണ് പോവേണ്ടത്. വൈകുന്നേരത്തെ ഇവിടുത്തെ തിരക്ക് ഇങ്ങനെയാണ്. നിന്ന് തിരിയാനുള്ള സ്പേസ് ഇല്ല. എല്ലാ ഭാഗത്തേക്കും കടകളൊക്കെ കാണാം. സെയിൽ 100, 150, 50 എന്നൊക്കെ പറഞ്ഞതാ. പല റേറ്റിൽ നമുക്കിവിടെ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു പോവാം. എല്ലാ ഭാഗത്തും ഉണ്ട്, ഒരു ഭാഗത്ത് മാത്രമല്ല. ഞങ്ങൾ കാശ്മീരിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വന്നിട്ടാണ് ജാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് പോയത്. നിങ്ങൾ കേരളത്തിലേക്കൊക്കെ തിരിച്ചു പോകുമ്പോൾ ഇവിടെയൊക്കെ വന്ന്
ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. ഹോൾസെയിലായിട്ടും ഡ്രസ്സ് കിട്ടും, റീറ്റെയിലായിട്ടും കിട്ടും. പാൻറ്റുകളൊക്കെ ചെറിയ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ വാച്ചുകളൊക്കെ കണ്ടോ, 30 രൂപക്ക് വാച്ചൊക്കെ കിട്ടും. ഞങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണേ, ഒന്നും പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല. മെട്രോ സ്റ്റേഷന്റെ മുൻഭാഗത്ത് വരിക ഈ ഷോപ്പുകൾ നമുക്ക് കാണാം. ബാഗുകളും എല്ലാം വാങ്ങിക്കാൻ കിട്ടും. ചെറിയ ചെറിയ ബാഗുകൾ വിലപേശി എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല റേറ്റ് കിട്ടും. ഇവിടെയാണ് മെട്രോ സ്റ്റേഷൻ. ഞങ്ങളിനിപ്പോൾ ഇവിടുന്ന് മെട്രോ കയറി നേരെ നമ്മുടെ റൂമൊക്കെ ഉള്ള ഹസ്രത്ത് നിസാമുദ്ദീൻ ഭാഗത്തേക്ക് ഇനി പോവുകയാണ്. ഞങ്ങളിവിടെ നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ മെട്രോ എന്ന് ഇറങ്ങിയേ. ഇവിടെ കണ്ടതാ പുറത്ത് തന്നെ ഭക്ഷണങ്ങളൊക്കെ ആക്കുന്നത്. ഇതൊരു കള്ളന്മാരുടെ ഏരിയ ആണിത്. ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു, മുഴുവനും വെള്ളമായിട്ടാണുള്ളത്. ഈ ചളിവെള്ളത്തിൻ്റെ ഇടയിലാണ് ഈ ധാബകളൊക്കെ ഉള്ളത്. ഇതൊരു മോശം ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ റൂമിലേക്ക് എത്തിയിരിക്കുകയാണേ. രാത്രിക്ക് ഇവിടുത്തെ തിരക്ക് കണ്ട, ഇവിടെ ഒന്നും ഒരു വൃത്തിയില്ല. അവിടെ തന്നെയാണ് ധാബകളൊക്കെ. ഭക്ഷണങ്ങളൊക്കെ ആക്കി വെച്ച് കണ്ട, അവിടെ തന്നെ എടുത്തു കഴിക്കും. പിന്നെ നിങ്ങൾ ഇതിലൂടെ വീഡിയോ ഒക്കെ ചിത്രീകരിച്ച് പോകുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. കള്ളന്മാർ എവിടെ നിന്നാണ് തട്ടിപ്പറിച്ച് നമ്മുടെ ഫോണും ക്യാമറകളൊക്കെ കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഏരിയ ആണിത്. തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്കും വേർത്തൊരു പരിവായ. കാരണം നേരത്തെ മഴയായിരുന്നു, ഇപ്പം മഴയൊക്കെ പെയ്തു പോയല്ലോ, അതിൻ്റെയാണ് നല്ലൊരു ചൂട്. നേരത്തെ പറഞ്ഞില്ലേ, ഈ നമ്മുടെ റൂമിൻ്റെയൊക്കെ തൊട്ട് താഴെയാണ് ഇഷ്ടംപോലെ ധാബകള്. അതിൻ്റെ ഭാഗത്തില് ചളി വെള്ളം ഇങ്ങനെ കെട്ടിയിട്ടാണ്. ആ ഭാഗത്തു നിന്നാണ് ഭക്ഷണത്തെ കുക്ക് ചെയ്യുന്നത്. അല്ല, അത് ഇവർക്ക് കഴിച്ചാൽ വലിയ ബാധകം ആവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ പോലുള്ളവർക്ക് ഉണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയാ ഒരു ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരും. അതിന്റെ സമീപത്തുണ്ടായ വെള്ളം മറ്റു കാരണം അതൊക്കെയാണ് ഈ വിഷം വരുന്നത്. പിന്നെ ഇതൊക്കെ വരുന്നുണ്ടല്ലോ നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീന്റെ ബാക്ക് ഗേറ്റ് ആണ് കേട്ടോ. അതായത് ഇതിന് മെയിൻ നമ്മൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമില്ലേ, അവിടെ ഇങ്ങനത്തെ എന്താ പറയുക ക്രൗഡോ ഇങ്ങനെയുള്ള ധാബകളോ നമുക്ക് സ്റ്റേ ഹോട്ടലോ ഒന്നുമില്ല. ഇവിടെയാണ് ചീപ്പസ്റ്റ് ആയിട്ട് ഇതേപോലെ ഒരുപാട് എന്താ പറയുക ലോഡ്ജും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക മലയാളി ഫുഡ്. കാരണം ഡൽഹിയിൽ ഒന്ന് ആരും പെട്ടെന്ന് നോക്കുക എന്താ പറയാ മലയാളി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ അതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോയത്. കേരള ഹോട്ടലിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റാതെ ആ ഒരു സമയത്തിന്റെ ഒരു വിഷയം കൊണ്ടുവന്ന് മാത്രമാണ്. പിന്നെ ഇവിടെ റൂം എടുക്കാൻ മറ്റൊരു കാരണമുണ്ട്. അടുത്ത ദിവസം വെളുപ്പിനാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ട്രെയിൻ നേരെ നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു പോയാണ്. നമ്മുടെ സ്വന്തം മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിനാണ് അടുത്ത ദിവസം നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അതെ. അപ്പോൾ എന്താ പറയുക, ആ ഒരു വീഡിയോക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മെമ്മറീസിനോട് ബൈ.